നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കഴിഞ്ഞ ജനുവരി മാസമൊക്കെ നമുക്ക് 3200 രൂപ വരെയൊക്കെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആനുകൂല്യം മുടങ്ങാതെ അക്കൗണ്ടിലും കൈകളിലും ലഭിച്ചവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം. സർക്കാരിന്റെ പുതിയ അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. അതായത് വരുന്ന മാസം മുതലൊക്കെ കർശന പരിശോധനകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അതായത് സോഷ്യൽ ഓഡിറ്റിംഗ് പോലുള്ള വിവിധ കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ വീട്, പരിസരം, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക നിലവാരം, വിവിധ അർഹതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കും. ഒരുപാട് ആളുകൾ പുറത്താക്കപ്പെടാനാണ് സാധ്യത. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനയ്ക്ക് സർക്കാർ തുനിയുന്നത്. ഇനി അത് മാത്രമല്ല, വിവിധ മേഖലകളിൽ, അതായത് സർക്കാർ ജീവനക്കാർ തന്നെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിയിരുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് ഇങ്ങോട്ട് കർശന പരിശോധനകളുടെ വിവിധ കാര്യങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. ഇനി ഇതേ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം കൂടി ചേർത്ത് 1600 ലഭിക്കുന്ന 8 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള സഹായം, ഈ ആനുകൂല്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ചിലർക്ക് ലഭിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്നവർ അവരുടെ ആധാർ കാർഡുമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്ന് ബന്ധപ്പെട്ട പുതുക്കൽ ചെയ്യണമെന്നൊക്കെയുള്ള അറിയിപ്പ് വിവിധ പഞ്ചായത്തുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെയുള്ളവർ അവരുടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ടെത്തി ഈ ഒരു വേരിഫിക്കേഷൻ നിർവഹിക്കണമെന്നൊക്കെയുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. DBT സെല്ലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് 3 ഗഡു വരെ മുടങ്ങിയിട്ടുണ്ട്. ഈ 3 ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ കാർഡിൽ മറ്റ് തെറ്റുകളില്ല എന്നും ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ട് എന്നും ഗുണഭോക്താക്കൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഫോൺ വഴി തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. അത് നമ്മളുടെ വീട്ടിൽ മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്ത് പരിശോധിച്ച് തരുന്നതാണ്. അങ്ങനെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ അക്കൗണ്ട് ബന്ധിപ്പിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ധനസഹായം അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ ഫെബ്രുവരി മാസം 15-ാം തീയതി മെഗാ റിക്രൂട്ട്മെന്റുകൾ ആരംഭിക്കുകയാണ്. വിജ്ഞാൻ ആലപ്പുഴ എന്ന് പറയുന്ന സ്കീമുമായിട്ട് ബന്ധപ്പെട്ടും മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രയുക്തി തൊഴിൽമേള കൊച്ചിയിലും സംഘടിപ്പിക്കുന്നുണ്ട്. കുസാറ്റ് ക്യാമ്പസിലായിരിക്കും തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ SD കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. 4.5 ലക്ഷത്തോളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, 500-ൽ പരം തൊഴിൽദായകർ പങ്കെടുക്കുന്ന മെഗാ റിക്രൂട്ട്മെന്റാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിനു മുൻപ് തന്നെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മറ്റ് വിശദ വിവരങ്ങൾക്കൊക്കെ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് സന്ദർശിക്കുക. അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം, വായിച്ച് മനസ്സിലാക്കിയ ശേഷം യോഗ്യതയുള്ളവർ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ മെഗാ ജോബ് ഫെയർ മറ്റ് ജില്ലകളിലുള്ളവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കുന്നതുമായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ പാർപ്പിട നിർമ്മാണ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതി, അതോടൊപ്പം തന്നെ ആവാസ് യോജന സ്കീമുകളിലാണ് ഇപ്പോൾ പാർപ്പിടങ്ങൾ അനുവദിക്കുന്നത്. അതുമാത്രമല്ല, 2 ലക്ഷത്തിനടുത്ത് പാർപ്പിടങ്ങൾ ആവാസ് യോജന സ്കീമിന് നമ്മുടെ സംസ്ഥാനത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. 4 ലക്ഷം രൂപ തന്നെയാണ് ലൈഫ് മിഷനും ആവാസ് യോജനയ്ക്കും ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്കീം പ്രകാരം നമ്മളുടെ വീടുകളിൽ തന്നെ തൊഴിൽ ദിനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കും. അങ്ങനെയും കുറച്ച് തുക നമുക്ക് സമാഹരിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. നിലവിൽ റാങ്ക് ലിസ്റ്റുകളിൽ, അതായത് ഗുണഭോക്തൃ പട്ടികയിലൊക്കെ ഉൾപ്പെട്ട മുൻഗണനാ അടിസ്ഥാനത്തിൽ, അതായത് റാങ്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗുണഭോക്താക്കളെ കരാർ വയ്ക്കുന്നതിനായിട്ട് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.